പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ ഓഫീസർമാർ, പ്രഥമ അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിൽ നേതൃത്വം നൽകിയ അധ്യാപകർ എന്നിവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥിനികൾക്കും അനുമോദനങ്ങൾ നേരുകയാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം കഴിഞ്ഞ് വൈകിട്ട് 4 മണി മുതൽ പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. വെബ്സൈറ്റിൻ്റെ പേര് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ളതാണ്. 4 വെബ്സൈറ്റിൻ്റെ പേര്. SSLC റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,153. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയ ശതമാനം 99.69%. കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം 99.7 എന്നായിരുന്നു. കുറവെന്ന് പറയുന്ന ഇപ്രാവശ്യം 0.01% കുറവുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,831. 71,831. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,000. കഴിഞ്ഞ വർഷത്തെ എണ്ണം 68,604 കഴിഞ്ഞ വർഷം 68,604. ഞാൻ എഴുതാൻ എളുപ്പത്തിന് അക്കങ്ങൾ പറയുമായിരുന്നു, പക്ഷേ പറഞ്ഞാൽ വേറെ പ്രശ്നമാണല്ലോ. വർധനവ് 3,227. 3,227. SSLC പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 94. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 66. വിജയ ശതമാനം 70.21%. SSLC പ്രൈവറ്റ് പഴയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 24. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 14. വിജയ ശതമാനം 58.33%. SSLC പരീക്ഷയിൽ വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയം. %99.92%. വിജയ ശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം. 99.08%. വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാല. 100%. വിജയ ശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ. 99%.
ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം. നാലായിരത്തി 934 വിദ്യാർത്ഥികൾ. കഴിഞ്ഞ വർഷവും 4934. കഴിഞ്ഞ വർഷവും ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയായിരുന്നു. 4856 വിദ്യാർത്ഥികളാണ് അന്ന് A+ കിട്ടിയത്. ഗൾഫ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 7. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 533. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 516. വിജയശതമാനം 96.81%. 3 ഗൾഫ് സെൻറ്ററുകളിൽ 100% വിജയം നേടിയിട്ടുണ്ട്. ദി മോഡൽ സ്കൂൾ അബുദാബി, ദി ഇന്ത്യൻ സ്കൂൾ ഫുജൈറ, ദി ഇന്ത്യൻ മോഡൽ സ്കൂൾ ഷാർജ. ലക്ഷദ്വീപ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 9. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 285. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ 277. വിജയശതമാനം 97.19%. അവിടെ 100% വിജയം നേടിയ 6 സ്കൂളുകളുണ്ട്. ഷഹീദ് ജവാൻ മുത്തുക്കോയ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂൾ അമിനി, ഗവൺമെൻറ് ഹൈസ്കൂൾ ചെത്തരത്ത്, ഗവൺമെൻറ് ഹൈസ്കൂൾ അഗത്തി, ഗവൺമെൻറ് സർദാർ പട്ടേൽ സീനിയർ സെക്കൻഡറി സ്കൂൾ കൽപ്പേനി, കടമത്ത്. കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെൻറ്റർ PKMM HSS എടരിക്കോട് മലപ്പുറം. വിദ്യാർത്ഥികളുടെ എണ്ണം 2085. കഴിഞ്ഞ വർഷം അവർക്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം 1876 ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയത് 5 സെൻറ്ററുകളുണ്ട്. ഒരാൾ വീതമേ ഉള്ളൂ. HMHSS രണ്ടാർക്കര എറണാകുളം, ഗവൺമെൻറ് HSS കുറ്റൂർ തിരുവല്ല, NSS HS ഇടനാട്, ഹസൻ ഹാജി ഫൗണ്ടേഷൻ ഇൻ്റർനാഷണൽ HS തലശ്ശേരി, ഗവൺമെൻറ് HSS ശിവൻകുന്ന് മൂവാറ്റുപുഴ. എണ്ണം 47. THSLC പരീക്ഷ മാർച്ച് 2024. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 47. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 2944. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 2938. വിജയശതമാനം 99.8%. ഫുൾ A+ നേടിയവർ 534.